ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. 2025 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ സൈക്കോളജിക്കൽ ഡ്രാമ, മിസ്റ്റീരിയസ് ത്രില്ലർ, അതാണ് ദി ഹൗസ് മെയ്ഡ്. പോൾ ഫെയ്ഗ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഫ്രെയ്ഡ് മെക്കഗേന്റെ 2022 റിലീസ് ചെയ്ത ദ ഹൗസ് മെയ്ഡ് എന്ന നോവൽ ബേസ്ഡ് ചെയ്തിട്ടാണ് അവർ ഈ സിനിമ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പ്രധാന വേഷങ്ങളിലായിട്ട് വരുന്നത് സിഡ്നി സ്വീനി, അമാൻഡ, ബ്രാൻഡൻ, പിന്നെ 365 ഡേയ്സ് എന്നൊരു അഡൽട്ട് സ്പാനിഷ് മൂവി ഉണ്ട്, അതിലെ ഒരു നടനും കൂടെ ഈ സിനിമയിലുണ്ട്. ജോർജോ അങ്ങനെ എന്താണ് പേര്, ജോർജോ കെൻഡഗൻ അങ്ങനെ എന്താണ് പേര്. അപ്പോൾ ഈ സിനിമ ഒരു എറോട്ടിക് മിസ്റ്ററി ത്രില്ലറാണ്. അഡൽട്ട് കണ്ടന്റ് ഒക്കെ കുറേ ഉണ്ട്. ആൻഡ് നിങ്ങൾക്ക് ആവശ്യമുള്ള കുറച്ച് സീൻസുകളും കാര്യങ്ങളും ഉണ്ട്. ബട്ട് ഈ സിനിമ തുടക്കത്തിൽ തന്നെ എല്ലാവരും പറഞ്ഞ് എന്തോ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അത്രയ്ക്കുള്ളൊന്നുമില്ല, ടു ബി ഓണസ്റ്റ്. അപ്പം പിന്നെ ഫാമിലി ആയിട്ടൊന്നും തീർച്ചയായിട്ടും കാണാൻ പറ്റില്ല ഈ സിനിമ, കാരണം എയർ റേറ്റഡ് ഫിലിമാണ്. അപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ സിഡ്നി സ്വീനി മില്ലി എന്ന കഥാപാത്രത്തിലാണ് വരുന്നത്. ഒരു ട്രബിൾഡ് പാസ്റ്റ് ഉള്ള ഒരാളാണ്. അതായത് സ്കൂൾ ലൈഫിലൊക്കെ ട്രോമ ഒക്കെ അനുഭവിച്ച് ജയിലിലൊക്കെ കിടന്നതായിട്ടൊക്കെ ഒരു പാസ്റ്റ് ഉണ്ട്, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഈ പുള്ളിക്കാരി ഒരു പണക്കാര ഫാമിലിയിലെ ഒരു വീട്ടിൽ മെയ്ഡായിട്ട് വരുവാണ്, ഹൗസ് മെയ്ഡായിട്ട്. അപ്പോൾ വിഞ്ചസ്റ്റർ എന്നൊരു പണക്കാര ഫാമിലിയിലേക്ക് മെയ്ഡായിട്ട് വരുവാണ്. അപ്പം അമാൻഡയാണ് ഇവരെ ഹയർ ചെയ്യുന്നത്, അതായത് സിഡ്നി സ്വീനിയെ അങ്ങനെ ഹയർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാലോ, ഒരു പണക്കാര ഫാമിലി, ഒരു അച്ഛൻ, അതായത് വേണമെങ്കിൽ നായകൻ എന്ന് പറയാം, നായകൻ, നായിക ആൻഡ് ഒരു കൊച്ചുകുട്ടിയും ഉണ്ട്. അപ്പോൾ ഈ പണക്കാര ഫാമിലിയിലേക്ക് ഹൗസ് മെയ്ഡായിട്ട് സിഡ്നി സ്വീനി പോകുന്നു. സുനിതയ്ക്ക് ഒരു എന്താ പറയുക, ഒരു ഏറ്റവും നല്ല ജോലി കിട്ടി എന്ന് പറഞ്ഞ് പോവുകയാണ്. അവിടെ നടക്കുന്ന കുറച്ച് മിസ്റ്റീരിയസ് കാര്യങ്ങൾ, കുറച്ച് സംഭവ വികാസങ്ങൾ, തകൃതികൾ, വികൃതികൾ, കുസൃതികൾ എല്ലാമാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അപ്പോൾ സിനിമ അവർ തുടക്കം തൊട്ട് തന്നെ ഒരു മിസ്റ്റീരിയസ് ആയിട്ട് കീപ്പ് ചെയ്ത് ആ ഒരു ക്ലൈമാക്സ് വരെ കൊണ്ടുപോയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയം വേണ്ട. നമുക്ക് പ്രഡിക്റ്റബിൾ സ്റ്റോറി തന്നെ ആയിരിക്കും, കാരണം നമ്മൾ കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ പ്രത്യേകിച്ച് ഒരുപാട് ഹോളിവുഡ് മൂവീസ് കണ്ടവർക്കറിയാം, ഇതുപോലത്തെ ഒരു ടിപ്പിക്കൽ വീട്ടിൽ പോകുമ്പോൾ എന്തൊക്കെയാണ് നടക്കും, എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. അത് തന്നെയാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ അവർ തുടക്കം തൊട്ട് ഇങ്ങനെ സഡൻ ആയിട്ട് അവർ വേറെ ഇങ്ങനെ ചിന്തിക്കാൻ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സീനൊക്കെ കൊണ്ട് ഇടുന്നുണ്ട്. ഇങ്ങനെ അങ്ങനെ ഒന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് മൂവി പോകാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നീന വിഞ്ചസ്റ്റർ, അതായത് ബ്രാൻഡൻ്റെ വൈഫായിട്ട് വരുന്നത്, പുള്ളിക്കാരിയുടെ കുറച്ച് സീൻസ്, പുള്ളിക്കാരിയുടെ പെർഫോമൻസ് സൂപ്പറായിരുന്നു. അതായത് ഒരു സൈക്കിക് ഡിസോർഡർ ആയിട്ടുള്ള ഒരു ടിപ്പിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇപ്പം ആന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് വന്നിട്ട് പറയും ഇല്ലെന്ന് പറയും, ഇപ്പം ബുക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് ഞാൻ ഒന്നും പറഞ്ഞില്ലെന്ന് പറയും. അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഒക്കെ ചെയ്യുന്നത്, അതായത് ഒരു സൈക്കിക് ബിഹേവിയർ ഉള്ള ഒരാളാണ്. പക്ഷെ തുടക്കത്തിൽ കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും തോന്നൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പെർഫോം ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. ഞാൻ അമാൻഡ നല്ല രീതിക്ക് ആ ഒരു ക്യാരക്ടർ പുൾ ഔട്ട് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. അതുപോലെ തന്നെ സിഡ്നി സ്വീനിക്ക് അങ്ങനെ ഈ എടുത്ത് പറയേണ്ട സീൻസ് അല്ലെങ്കിൽ അങ്ങനെ അഭിനയ മുഹൂർത്തമൊന്നുമില്ല. പുള്ളിക്കാരി എപ്പോഴും അവർ ഗ്ലാമറസ് റോളിൽ കാണിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ ബ്രാൻഡൻ, പുള്ളിക്കാരൻ നല്ലൊരു ലുക്കായിട്ടുള്ള ഒരു ആക്ടറാണ്, പുള്ളിയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സത്യത്തിൽ അതൊരു സൈക്ക് പടമാണ്. ആ വീട്ടിൻ്റെ അകത്ത് കയറുന്ന എല്ലാ സൈക്കാണ്. അതായത് എന്തൊക്കെ നമുക്ക് തോന്നും, ഈ മര്യാദയ്ക്ക് ഇരിക്കുന്നവരൊക്കെ സൂപ്പർ ആൾക്കാർ, പക്ഷെ അവരായിരിക്കും ഏറ്റവും കൂടുതൽ മെൻ്റലായിട്ടുള്ള ആൾക്കാർ. അതായത് ഇവരെ ഒരു അറ്റിക് റൂം എന്നൊരു റൂമുണ്ട്. അതായത് ഈ നീന, അതായത് അമാൻഡ സിഡ്നിയെ ഹയർ ചെയ്തതിന് ശേഷം തൻ്റെ റൂം ഇതാണെന്ന് പറഞ്ഞാൽ അവിടെ റൂമിൽ കിടക്കുന്നുണ്ട്. അവിടെ താക്കോലില്ല, വിൻഡോ ഇല്ല, അങ്ങനത്തെ കുറച്ച് സെറ്റപ്പ്. അപ്പം നമുക്ക് തോന്നും താക്കോലില്ല, വിൻഡോ ഇല്ലാത്തൊക്കെ എന്ത് റൂമാണെന്നൊക്കെ തോന്നും. പക്ഷെ അത് ലേറ്റർ നിങ്ങൾ സിനിമ കണ്ടുവരുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ താക്കോല് കൊടുക്കാത്ത, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവിടെ വിൻഡോ ഇല്ലാത്ത എന്നൊക്കെ ഒരു കാര്യങ്ങളൊക്കെ എനിക്കൊരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അവിടുത്തെ കുറച്ച് എന്താ പറയുക, കുറച്ച് ക്രൂവൽ സിറ്റുവേഷൻസും വയലൻസ് ഒക്കെ ഉണ്ട്. അതായത് ഇതുപോലെ തന്നെ പ്രണയിച്ച് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത് ഞാൻ സസ്പെൻസ് പൊട്ടിക്കുന്നില്ല. അപ്പോൾ കുറച്ച് മിസ്റ്റീരിയസ് കാര്യങ്ങളൊക്കെ ഉള്ള, അത്യാവശ്യം, അതായത് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരുന്ന് ഭയങ്കര എൻഗേജ് ആയിട്ടിരിക്കുകയാണ്, പക്ഷെ അത്യാവശ്യം അവർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻഗേജ് ആയിട്ട് തന്നെ ഒരു സിനിമ കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ കുറച്ച് സീൻസുകളും ഉണ്ട്, അഡൽട്ട് സീൻസുകൾ. സിഡ്നി സീനിയും നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു സിനിമയാകുമ്പം ഇതേപോലെ മെയ്ഡ് വീടാകുമ്പം പണക്കാരനായ ഭർത്താവിന് വീട്ടു ജോലിക്കാര് നീ തന്നെയല്ലോ എൻ്റെ സ്വന്തം എന്നുള്ള പാട്ടൊക്കെ പാടി, അതായത് ഫ്ലാറ്റിങ് സിറ്റുവേഷൻ. ആഫ്റ്റർ ദാറ്റ് എന്താണ് നടക്കുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാം. മൊത്തത്തിൽ ഒരു ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഡ്രാമയായിട്ടാണ് എനിക്ക് സിനിമ തോന്നിയത്. ബട്ട് ഇവർ ഈ സിനിമ കൂടുതലും പ്രൊമോട്ട് ചെയ്ത് സിഡ്നി സീനി വെച്ചാണ്. കാരണം ഫോറിനിലൊക്കെ സിനിമ റിലീസ് ചെയ്തപ്പോൾ
ഇപ്പം ഈ ഡിജിറ്റലായിട്ട് കിട്ടുന്നതും കാട്ടി ഒരുപാട് സീൻസ് ആ സിനിമയിലുണ്ട് എന്നൊക്കെയാണ് അവർ യൂറോപ്യൻസും കാര്യങ്ങളൊക്കെ ഈ സ്റ്റോറിയും റീലൊക്കെ ഇട്ടപ്പോൾ ഉള്ളത്. ബട്ട് ഇതിലങ്ങനെ അത്രയ്ക്കൊന്നുമില്ല. ബട്ട് അഡൽട്ട് സീനും കാര്യങ്ങളും ഉണ്ട് താനും. അതിലൊരു ഡീസെന്റ് സൈക്കോളജിക്കൽ ഡ്രാമ. നിങ്ങൾ കാണാവുന്ന ഒരു സിനിമ തന്നെയാണ്. 18+ ആണെങ്കിൽ മാത്രം കാണുക.